കണ്ട അണ്ടനും അടകോടനും ഒക്കെ കയറി അമ്പലം അശുദ്ധമാക്കണ്ടെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഈ അഹങ്കാരം കാണിച്ചത് ആരായാലും ശരി, ആ ധിക്കാരിയെ കണ്ടുപിടിക്കണം, ശിക്ഷിക്കണം. ഇത് തല്ലിപ്പൊളിച്ച് ഞാനാ. അമ്പലത്തിൽ ആര് കയറണം ആര് കയറണ്ടെന്ന് തീരുമാനിക്കാൻ നിങ്ങളാരാ? ചേട്ടാ, പൂമംഗലത്ത് ഉണ്ണിത്താന്റെ മുഖത്ത് നോക്കി പറയാൻ നീ ആരാ? പൂമംഗലത്ത് കമലാക്ഷമ്മയുടെ മകൻ രവി. അതിന് രവി അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞതല്ലോ. കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും ശ്രീകോവിലാത്തൊരു നിരങ്ങ. അതിലാർക്കും പരാതിയില്ല. മനുഷ്യനോട് കയറിയാൽ അശുദ്ധമായി. ഈ നിയമം ഈ നാടിന് ആവശ്യമില്ല. ആ ഹിന്ദുക്കൾ കയറാൻ പാടില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് എടുക്കേണ്ട അത്ര. ഞാൻ ഹിന്ദു അല്ല, മനുഷ്യന് വഴി. അതെ, മനക്കിലെ തിരുമേനിയുടെ മകനാണെന്ന് കരുതിയാ ക്ഷമിക്കുന്നത്. അമ്മാവന്റെ പുറകെ മരുമോനും എന്ന് പറഞ്ഞ പോലായി. നാട്ടുകാരും അങ്ങനെ തന്നെയാ പറയുന്നത്. സംശയിക്കണ്ട, ശിവരാമൻ നായരുടെ ഗതി തന്നെ. ഐത്തോച്ചാടനവും ഹരിജനോദ്ധാരണവും എന്നും പറഞ്ഞ് ഗാന്ധി തൊപ്പിയും വെച്ചുകൊണ്ട് നടന്നു. അന്നേ വിവരമുള്ളവർ പറഞ്ഞു വേണ്ട വേണ്ട. അവസാനം ആളില്ലാതായി. ഈ കക്ഷിക്കും ഗതി അത് തന്നെ. അതെ അതെ, ചേട്ടനൊന്ന് ഇങ്ങോട്ട് നോക്കണം. ആ, പെങ്ങൾക്ക് എന്താ വേണ്ടത്? മാലതിയുടെ കത്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ? എന്താ വിശേഷം? അവസാനം അവരിങ്ങോട്ട് തന്നെ വരാമെന്ന് വെച്ചു. ഓ, നന്നായി. ഞാൻ രാമകൃഷ്ണൻ നായരോട് അന്നേ പറഞ്ഞതാ, ശോഭയുടെ അസുഖം മാറുന്നവരെ ഇവിടെ വന്ന് താമസിച്ചോട്ടെ. ഇപ്പോഴെങ്കിലും ഇത് തോന്നിയത് ഭാഗ്യം. കുലദേവതമാരും സർപ്പദൈവങ്ങളും നിരൂപിച്ചാൽ മാറാത്ത രോഗമില്ല. ഇണങ്ങിയാൽ മുത്തും, പിണങ്ങിയാൽ കുത്തും. ഗുരുകൃപ കൊണ്ടെനിക്ക് തിരുവിധിയിലേറ്റം ഭവിച്ചിടുവാൻ തിരുവരുളു ഗുരുവിൻ പദയുഗം ഭക്തിയാൽ നമിച്ചിടുന്നേൻ. തിളങ്ങുന്നു താരവൃന്ദം തിരുവുടൽ പാദകേശം തൊഴുന്നേ. നെല്ലും തരാൻ ഇപ്പോഴില്ല. ഇനി എല്ലാ മാസവും അയലത്തെ ആൾ ഇവിടെ വന്ന് പാടിക്കോളും. ഓ, ഒരാളെ ഭഗവാനി, മുറികളും അകത്തളവും ഒക്കെ വൃത്തിയാക്കിയല്ലോ. എല്ലാം ശരിയായി. അടുക്കളയിൽ ആരൊക്കെയുണ്ട്? ഇനി ആരെങ്കിലും വേണോ? പ്രത്യേകിച്ച് ഇനി ആരും വേണമെന്നില്ല. കേട്ടോ പെങ്ങളെ, രാമകൃഷ്ണൻ നായരും മാലതയും തെക്കേ മുറി, മുകളിൽ തെക്കേ അറ്റത്ത് രമേശൻ, വടക്കേ മുറി ശോഭയ്ക്ക്. എന്താ പെങ്ങളുടെ അഭിപ്രായം? ആ മുറിയിൽ ഏതായാലും ശോഭ കിടക്കണ്ട. അവൾക്കും മുകളിൽ തന്നെ ഒരുക്കാം. രാമു, നീ ടൗണിലേക്കല്ലേ? അതെ. എങ്കിൽ നീ ചെറിയ മാസ്റ്റർ ഒന്ന് കാണണം. ഇത് അദ്ദേഹത്തെ ഏൽപ്പിക്കണം. അദ്ദേഹം ബുക്ക് സ്റ്റാളിൽ ഉണ്ടാവും. പിന്നെ കുറച്ച് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ വാങ്ങിയേക്കണേ. എന്റെ ടീയെ ഞാൻ എഴുതുന്നെടുക്കും. ആ, അതൊക്കെ ആയിക്കോ. പേർഷ്യ പോയി തിരിച്ചു വന്നിട്ട് നമുക്ക് കണക്ക് പറയാം. പോരെ? ശരി. അല്ലെങ്കിൽ ഞാൻ ഉണ്ടടാ. എങ്ങോട്ടാടാ മോനെ? നേരെ വിരട്ടി തുടങ്ങി. എടാ രാമു, ഇവൻ ഈ നാട് നന്നാക്കാൻ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇവൻ നന്നാക്കാൻ നടന്നാൽ നാട് നന്നാവുമോ? ആരെങ്കിലും അതിനു വേണ്ടി തുനിയണ്ടേ അമ്മേ? നാട്ടിലുള്ള പ്രമാണിമാരുടെ ഒക്കെ വിരോധം സമ്പാദിച്ചിട്ട് ഇവിടെ ജീവിക്കണ്ടേ? അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഈ പ്രമാണിമാരൊന്നും രവി ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. എന്റെ ആങ്ങളെ ഒരുത്തനുണ്ടായിരുന്നു, ഇവന്റെ അമ്മാവൻ. ഇവനെ പോലെ നാട് നന്നാക്കാൻ നടന്നതാ. എന്നിട്ട് എന്തുണ്ടായി നിനക്കറിയാമോ? കേട്ടിട്ടുണ്ട്. നാട്ടുകാരും പോലീസും കൂടി ചേർന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. വാടാ പോവാ. തുളസി, നീ ഇത് പിടിച്ചോ. കൊച്ചുകാളി, നീ ആ നഷ്ടം നിന്റെ കടയിൽ പോയി എന്തുകൾക്ക് മേടിക്കും. ഇത്തിരി മിനിമം മേടിച്ചോ. ഞാനിത്തിരി മിനിങ്ങേറ്റ് വരാം. എന്റെ പാസ്പോർട്ടിന്റെ കാര്യം എന്തായി? രണ്ടാഴ്ച കഴിഞ്ഞ് കിട്ടുന്നെങ്കിൽ തോന്നുന്നു. എവിടെ കിട്ടാൻ? കൈക്കൂലിയെ കൊടുക്കാതെ കിട്ടുമോ?
പുള്ളുവൻ ഷാപ്പിൽ കയറിയല്ലേ? അതെന്നും പതിവുള്ളതല്ലേ തമ്പ്രാൻ? കള്ളൻ എന്നെ പറ്റിച്ചു, കള്ളിൽ വെള്ളം ചേർത്തു. കള്ളനെ ഞാൻ പറ്റിച്ചു, കള്ളപ്പണം കൊടുത്തു. ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കള്ളവിന്റെ ഒരു പിന്നാക്കുമില്ല. ഈ കള്ളയുടെ ഒരു കൊതികാലിൽ നിന്ന് നാട്ടിലുള്ള ഷാപ്പായ ഷാപ്പൊക്കെ അടച്ചു മാറിക്കോട്ട്. അറിയില്ല, എടുക്കോ, കൊണ്ടുപോയി വിഴിഞ്ഞിക്കോ, വിഴിഞ്ഞിക്കോ. വീടാടങ്ങിതാ ഈ തള്ളയുടെ പോരാ. വരെ 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 അകത്ത് കൊണ്ടുപോയി. വാ മോനെ, നീ വാ. രമേശൻ വന്നില്ലേ? അവനും കൂടെ ഉണ്ടായിരിക്കുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. അല്ലേ? അതെ. അവന് പരീക്ഷയാ. അടുത്ത ആഴ്ച അവനും എത്തും. യാത്രയൊക്കെ സുഖമായിരുന്നോ രാമകൃഷ്ണൻ നായരെ? വരമ്പേ കൂടെയുള്ള നടപ്പൊഴിച്ച് ബാക്കിയെല്ലാം സുഖമായിരുന്നു. ഇത്രയും കാലമായിട്ട് ഇവിടെ റോഡ് വെട്ടാൻ കഴിയാത്തത് കഷ്ടം തന്നെ. ഓ, വന്ന കാലി നിൽക്കേണ്ട. കുളിയോ ദേവാലയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ആകട്ടെ. ചെല്ലിനെ. എടി ഓമിനെ ഒന്ന് വേഗം പാടി, അല്ലെങ്കിൽ ഞാനിപ്പോ പോവും. നിക്കടി, തലേന്ന് വെള്ളം പോണ്ടേ? നല്ല പനിയും പിടിക്കും പെണ്ണെ. അയ്യേ, നീയങ്ങ് വളർന്നു പോയല്ലോ. കുളി കഴിഞ്ഞ് വരികയാണല്ലേ? കണ്ടാ അറിയില്ലേ? എന്നും കുളിക്കാൻ കടവിൽ കാണുമോ? അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്ക് തുളസിയെ ഇഷ്ടമാണ്. പോട്ടെ, മാറി നിൽക്കൂ. നാളെ തനിച്ചു വന്നാ മതി. എന്തിനാ? അത് ചേച്ചിക്ക് മനസ്സിലാവും. വരൂ. വരും. വാരി മുടക്കാതെ അങ്ങ് മാറി നിന്ന് കൊടുക്കല്ലേ തമ്പ്രാനെ. അവര് പോയിക്കോട്ടെ. രാമ രാമ നാരായണ കൃഷ്ണ രാമ രാമ രാമ. രാമകൃഷ്ണൻ നായരെ, ഇവിടെ വന്നത് നന്നായി എന്ന് തോന്നുന്നില്ലേ? സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മാറാത്ത രോഗമില്ല. അനുഭവമാണ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ശോഭകുട്ടിയെ ഇവിടെ കൊണ്ടുവരൂ കൊണ്ടുവരൂന്ന്. ഭാസ്കര, എന്തോ എന്നാ ഇത് അയൽ കൊണ്ടിട്. ഭഗവാനെ നാരായണ. എന്റെ കമലയുടെ എന്റെ എല്ലാ ആശകളും നശിച്ചു. അങ്ങനെയൊക്കെ തോന്നാറായോ മാലതി?
രാജ്യത്തുള്ള ഡോക്ടർമാരെ ഒക്കെ കാണിച്ചു. പുറത്തു കൊണ്ടുപോകാൻ ഒരുക്കമായിരുന്നു. എന്താ കാര്യം? എല്ലാവരും പറയുന്നു ഒന്ന് തന്നെ. കൂടുതൽ 1 വർഷം. സർപ്പദൈവങ്ങളെ തുണയ്ക്കാതിരിക്കില്ല മോളെ. ഈ സൂക്കേടിന്റെ സ്വഭാവം അങ്ങനെയാണ് പോലും. സുഖപ്പെടുന്നതാണെങ്കിൽ ഓപ്പറേഷനോടെ രക്ഷപ്പെടും, അല്ലെങ്കിൽ പിന്നെ ഒന്നുകൊണ്ട് രക്ഷയില്ല. എന്റെ സർപ്പദൈവങ്ങളെ. പിന്നെ അച്ഛന്റെ വിശ്വാസം ഇളക്കണ്ടെന്ന് വിചാരിച്ചു. മുങ്ങിച്ചാവാൻ പോകുന്നവർക്ക് ഒരു വയ്ക്കൽ തരുമ്പോ എന്റെ ശോഭ ഈശ്വരന്മാർ അവളോട് ഇത് ചെയ്തല്ലോ. എന്താ മോളെ? വല്യമ്മയ്ക്കൊരു കാര്യം കാണണം. നല്ല രസമുണ്ട്. എനിക്ക് വയ്യ മോളെ. അയ്യോ, അത് പറഞ്ഞ പറ്റില്ല, വരണം. അമ്മേ, അമ്മ കാണണം. വേണ്ട മോളെ, നല്ല രസമുണ്ട്. ശോഭയ്ക്ക് ഇത് വല്ലതും അറിയാമോ മാധവി? അവളോട് ആരും പറഞ്ഞിട്ടില്ല. അവളൊന്നും ചോദിച്ചിട്ടുമില്ല. ഒന്നും അറിയാനാണോ? എല്ലാം അറിഞ്ഞിട്ടാണോ? വയ്യെങ്കിലും പൂമ്പാറ്റ പോലെ പാറിക്കളിക്കാണ് എന്റെ പൊന്നു മോള്. വലിയ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട്. സർപ്പങ്ങളോട് കളിച്ചാൽ ഫലം ഉടൻ തന്നെയാണ്. അതിന് ദൃഷ്ടാന്തം ഇവിടെ തന്നെ ഉണ്ട്. ഭവാനിയുടെ ഭർത്താവിന് എന്താ പറ്റിയത് കേട്ട് കാണുമല്ലോ. അയാൾ ഒരു നിരീശ്വരവാദിയായിരുന്നു. ഒരിക്കൽ സർപ്പക്കാവ് വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചു. സർപ്പദൈവങ്ങളുണ്ടല്ലോ, തക്ക ശിക്ഷയും കൊടുത്തു. ആ വടക്കേ പറമ്പിൽ വെച്ചാണ് വിഷം തീണ്ടിയത്. കാത്തിരുന്ന് കടിച്ചു. വീണു, ഉടനെ മരിച്ചു. പെങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയേ ഉള്ളൂ. തറവാടൊക്കെ നോക്കി കണ്ടോ മോളെ? എനിക്ക് എന്ത് ഇഷ്ടമായില്ല അറിയാമോ? പണ്ട് ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അമ്മായി. പിന്നെ അന്നൊക്കെ ഒരു മേളമായിരുന്നു. എല്ലാവരും ഓരോ വഴിക്ക് പോയി. ഓണത്തിനും തിരുവാതിരയ്ക്കൊക്കെ എന്ത് ആഘോഷമായിരുന്നു, എന്ത് രസമായിരുന്നു. അതുപോലൊരു കാലം വരുമോ വല്യമ്മായി? ആർക്കറിയാം മോളെ, വരുമായിരിക്കും. എന്തുണ്ടായിട്ട് എന്താ കാര്യം? അനുഭവിക്കാൻ ആള് വേണം. ഒന്നോർത്താ കഷ്ടമാ മോനെ പൂമംഗലത്തെ കാര്യം. തളിരുപോലത്തെ ഒരു പെൺകുഞ്ഞ്, അതിനിത് വരുത്തി വെച്ചല്ലോ ദൈവം. ആ രാമകൃഷ്ണൻ നായർ നല്ല പിടിപാടുള്ള ആളാ. നീ ഒരു ദിവസം ഒന്ന് പോയി കാണണം. എന്തിനാ? അങ്ങേര് വിചാരിച്ച നിന്നെ എവിടെയെങ്കിലും കയറ്റിവിടാൻ പറ്റും.
ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കണ്ടല്ലോ, നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. പിന്നെ ഞാൻ മാലതിയോട് പറയാം. ബന്ധം മറക്കുന്നവളല്ല മാലതി. പൂമംഗലത്തുണ്ണിത്താന്റെ മകളല്ലേ? മറക്കില്ല. നീ എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? നിന്റെ ഗുണത്തിനാ ഞാൻ പറഞ്ഞത്. വലിയ ആൾക്കാരെ സേവ പിടിക്കാനൊന്നും എന്നെ നോക്കണ്ട. കച്ചക്കാർ വേണി സൂനു വിനായകൻ ഒറ്റക്കൊമ്പൻ കൻ കുറ്റമില്ലാതെ നീ ഗജാനനൻ മുറ്റു തുണച്ചിടണേ. കച്ചക്കാർ വേണി സൂനു വിനായകൻ ഒറ്റക്കൊമ്പൻ കനിഞ്ഞു കുറ്റമില്ലാതെനിക്ക് ഗജാനനൻ മുറ്റു തുണച്ചിടണേ. ഗുരുകൃപ കൊണ്ടെനിക്ക് തിരുവിധിയിലേറ്റം ഭവിച്ചിടുവാൻ തിരുവരുളു ഗുരുവിൻ പദയുഗം ഭക്തിയാൽ നമിച്ചിടുന്നേ. തിരുവുടൽ പാദകേശം തൊഴുന്നേ. വെട്ടിക്കോടാതെ സ്ഥാനം വഹിക്കുന്നു പിന്നെ മണ്ണാർശാല. ആയതിലും വിളങ്ങും വീണാമൃതം മായില്യം പാട്ടുമോദാൽ. വെട്ടിക്കോടാതെ സ്ഥാനം വഹിക്കുന്നു പിന്നെ മണ്ണാർശാല. ആയതിലും വിളങ്ങും വീണാമൃതം മായില്യം പാട്ടുമോദാൽ. വ്യാധി തുടങ്ങി പലവിധ സർപ്പശാപം ഭയവും അത്തലൊഴിച്ചിടുവാൻ അഭയമായി നിത്യം വഴങ്ങിടുന്നു. സപ്തധനാദികളും ഉതകുവാൻ സന്തതി സന്താനങ്ങൾ മേലിൽ
ഇതുവരെ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ അങ്ങ് വലുതായി പോയല്ലോ. തമ്പ്രാട്ടി. എന്നെ തമ്പ്രാട്ടി എന്ന് വിളിക്കണ്ട. പിന്നെ എന്ത് വിളിക്കും? ഇഷ്ടമുള്ളത് വിളിച്ചോ. തമ്പ്രാട്ടി എന്നെയൊക്കെ മറന്നു കാണുമെന്ന് വിചാരിച്ചു. പിന്നെ മറക്കാനോ തുളസി? എത്ര കാലമായി കണ്ടിട്ട്. തമ്പ്രാട്ടികളും വരില്ല. അച്ഛൻ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇനി എന്നെ കാണും. തമ്പ്രാട്ടി എന്നാണ് പോകുന്നത്? എനിക്കറിയില്ല. നീ വരുമോ? വരാം. തീർച്ച? തീർച്ച. നാളെ വരുമോ? വരാം. കുഴി സൂക്ഷിക്കണേ. ശോഭ തമ്പ്രാട്ടി നല്ലതാ, മറ്റുള്ളവരെ പോലല്ല. എന്നാലും തമ്പ്രാക്കന്മാരുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതല്ല. നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ആ തുളസി വല്ലപ്പോഴും ഒന്ന് വരുന്നതാണ് ഒരു രക്ഷ. വരുന്നതൊക്കെ കൊള്ളാം. പൊണ്ണോ പെണ്ണുമായി കളിച്ചു തിരിച്ച് നടക്കുന്നതൊന്നും മുത്തച്ഛന് ഇഷ്ടമാവില്ല കേട്ടോ. മുത്തച്ഛനൊരു പഴഞ്ചനാ അല്ല. ഈ പുസ്തകമൊക്കെ മോള് വായിച്ചതാണോ? നല്ലതായി വായിക്കാറുണ്ടോ? ഓ, ഞാൻ വല്ല രാമായണോ ഭാഗവതോ ഒക്കെ വായിക്കും. അതെല്ലാം നോവലാണോ മോളെ? അല്ല, കവിതകളും ഉണ്ട്. അതിരിക്കട്ടെ, മോക്ക് ബോംബെയാണോ ഇഷ്ടം? ഞാനും രമേശേട്ടനെ എല്ലാം തല്ല. എനിക്ക് നമ്മുടെ നാടാണ് ഇഷ്ടം. ഈ നാട്ടും പുറവും, പച്ചവിരിച്ച നെൽപ്പാടും, തെങ്ങും തോപ്പും. ബോംബെയിലേക്ക് ഇനി ഞാനില്ല. കവിത പോലെ സുന്ദരമായി ഈ ഗ്രാമം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല, എങ്ങോട്ടുമില്ല. മോളെ, ഊണ് കഴിക്കാറേ. അതിനു മുമ്പേ ഗുളിക കഴിച്ചോളൂ. ഞാൻ എന്തായാലും ഇവിടെ ഒരു മാറ്റം കൂടിയേ തീരൂ. അതെങ്ങനെയാ? മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. അമ്പലത്തിനോടും അരയാലിനോടുമാണ് അവന് പ്രേമം. ചെവിയല്ലേ? അതെ. പല്ല് മീശയൊക്കെ വെച്ചപ്പം ആളങ്ങ് മാറിപ്പോയി. മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ കമലേടത്തിന് മോനെ രവി. ഓഹോ, രവി ഇപ്പൊ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. ചിത്രം വരയ്ക്കല്ലേ? ആ, ചിലപ്പോ. രവി ഇടയ്ക്കൊക്കെ പൂമംഗലത്തേക്കൊന്ന് വരൂ. കലയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പറയാൻ ആളില്ലാതെ ബോറടിച്ചിരിക്കുക ശോഭ. നടക്കട്ടെ. രവി വരുന്നോ? ഇപ്പോഴില്ല. ചേച്ചി അങ്ങോട്ടാ? പൂമംഗലത്തേക്ക്. ഞാനങ്ങോട്ട് വരട്ടെ? പോടി കണ്ടുക്കുളത്തിലേക്ക്. തമ്പ്രാട്ടി, ഞാൻ വരുന്നില്ല പറഞ്ഞ. തമ്പ്രാട്ടി വല്യമ്പ്രാനെങ്ങാനും കണ്ട എനിക്ക് പേടിയാ. ആരും കണ്ട. വാ വാ, നീ വാ തുളസി. തുളസിക്ക് സാരി വേണോ? വേണ്ട. സാരി ഉടുക്കാറായി പെണ്ണ്. നിനക്ക് വേണോ? എടുത്തോ. 2 ദിവസമായിട്ട് നീ എവിടെയായിരുന്നു? വരാൻ പറ്റിയില്ല. താഴെ പോമോ? ഇവിടെ ഇരുന്നാൽ എന്താ? എനിക്ക് പേടി തോന്നുന്നു. വല്യമ്പ്രാൻ കണ്ടാൽ? വല്യമ്പ്രാനൊന്നും കാണില്ല. നീ മിണ്ടാ. അയ്യോ വേണ്ട.
നല്ല മണം. നമുക്ക് താഴെ പോമോ? പോണോ? താഴെ പോണോ? ഇല്ല, ഇത് ഓമനെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് രാജകുമാരനും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോ രാജകുമാരൻ കഴിവനായി. അപ്പൊ രാജകുമാരൻ ഒത്തിരി കഴിവ് എന്നെ പോലെ. അങ്ങനെയല്ലോ. എന്താ മോളെ തിന്നുന്നത്? ശോഭത്തമ്പരാട്ടി തന്നതാ. വെക്കട്ടാണോ? മോക്ക് അവിടെ നിന്ന് തിന്നാൻ വേണ്ടി തന്നതാണോ? നല്ല രുചി. വീട്ടുണ്ടാടി ഒന്ന് എനിക്ക് കൊടുത്താ തിന്നോ? നല്ല മധുരം ഉണ്ടല്ലേ? തിന്നോ? പൂമന്ദിരത്തിന് തട്ടിമേ കയറി എന്തൊക്കെയാ കാഴ്ചകള്? തറവാടിനകത്ത് കയറി നോക്കിയോടെ. ശോഭത്തമ്പരാട്ടി വിളിച്ചു കയറ്റിയതാ. അവരുടെ കൂടെ ഇരുന്ന നാഗയക്ഷികളെ കണ്ടോ? ഇല്ല. അവയിൽ പ്രേതങ്ങളും ഉണ്ട്. താണ ജാതിക്കാർ വല്ലവരും കേറിയിട്ടുണ്ടെങ്കിൽ പിടിച്ച് കയറി തിന്നു. നീ അവിടെ പോണ്ട കേട്ടോ. വിക്കറ്റ് ഒരെണ്ണം കൊടുക്കില്ല. ദേവിയുടെ അച്ഛൻ പിന്നെ വന്നിട്ടേ ഇല്ലെന്നാണോ? ഇല്ലത്തൊന്ന് വേലയൊക്കെ കഴിച്ചു കൂട്ടിയതിന് ശേഷം ഈ ഉള്ളവരെയൊക്കെ മറന്നു. അന്തർജനത്തിന്റെ തലേണ മന്ത്രം കൂടി ആയപ്പോ എല്ലാമായി. തന്നെയെല്ലാം നോക്കി നടത്താൻ കമലടുത്ത് നന്ദി ബുദ്ധിമുട്ടി കാണും. ബുദ്ധിമുട്ടിയോ എന്ന് എന്തിനാ അതൊക്കെ പറയുന്നേ? രവി മിടുക്കനാണ്. കമലടുത്തയുടെ ബുദ്ധിമുട്ടൊക്കെ മാറും. മാലതിക്കറിയോ, അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. എന്റെ എല്ലാ ആശകളും അവനാണ്. ഇപ്പോഴെന്റെ ദുഃഖവും അവന്. A poem of love. എനിക്ക് വരയ്ക്കാൻ അറിയില്ല, പക്ഷെ ചിത്രങ്ങൾ എനിക്കിഷ്ടാ. ഞാൻ വരയ്ക്കുമെന്ന് ആരാ പറഞ്ഞത്? തുളസി. സാധാരണ എന്താ വരയ്ക്കുക? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ തന്നെ. കാലം. ഈ ചിത്രങ്ങളൊക്കെ രവിയേട്ടൻ വരച്ചതാണോ? ആ, ചിലതൊക്കെ. മോഹം. വീണയായി പുനർജനിച്ചെങ്കിൽ വീണപ്പൂവിന്റെ വേദന. വീണയായി. നല്ല വരികൾ. ശോഭ കവിത വായിക്കുവോ? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കും.
ഇത് ഞാൻ എടുത്തോട്ടെ, വായിച്ചിട്ട് തിരികെ തരാം. അതിനെന്താ, ഏത് വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ പെൺകുട്ടികൾക്ക് ഇഷ്ടമാകുന്ന പുസ്തകങ്ങൾ എന്റെ കയ്യിൽ കുറവാ. രവിയേട്ടന് എന്റെ ടേസ്റ്റ് അറിയില്ലല്ലോ. ഒരു ദിവസം അങ്ങോട്ട് വരൂ, എന്റെ കയ്യിൽ കുറെ പുസ്തകങ്ങളുണ്ട്. അതെല്ലാം എല്ലാം ഞാൻ പോയിട്ട് രവിയേട്ടൻ എടുത്തോളൂ. എനിക്കറിയാം, രവിയേട്ടനും അറിയാം. എല്ലാവരും അറിയാത്ത ഭാവം നടിക്കുന്നു. ശോഭ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലേ, എങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ 3 പുസ്തകങ്ങൾ ഞാൻ എടുക്കുന്നു. പോട്ടെ. പുള്ളോന് മോള് എങ്ങോട്ടാ? അന്തച്ചന്തയ്ക്കാ, കുറെ സാധനങ്ങൾ വാങ്ങണം. അച്ഛനിത്തിരി അന്തിക്കൊള്ളും കുടിക്കണം. നീ കുടി നിർത്തിയോടി പെണ്ണേ. പിന്നെ പുള്ളുവനെ ഇവളെ കെട്ടിച്ചയക്കണ്ടേ? ഇത്തിരി കാശൊക്കണം, പിന്നെ പറ്റിയ ഒരു പുള്ളോച്ചക്കനെയും കിട്ടണം. നിനക്ക് പുള്ളുവച്ചക്കൻ തന്നെ വേണോ? പോട്ടെ അന്താനെ.
പിന്നെ പുള്ളോച്ചക്കനെ കണ്ടോ? വേണ്ടേ? അത് വേണ്ടതാണ്. അതിന് ഞാൻ കണ്ടിരിക്കുന്നത് രമേശൻ ഉണ്ണിത്താനെയാണ്. എന്താ രമേശ? അല്ലാതെ ഈ തൊക്കട ഉദ്യോഗത്തിനൊന്നും പൂമംഗലത്തെ രമേശൻ ഉണ്ണിത്താൻ പോകണ്ട. ഹായ്, വന്നേ. മോളുടെ പേരെന്താ? എന്റെ പേര് രാമന, ചേച്ചിയുടെ പേര് തുളസി, അമ്മയുടെ പേര് കാളക്കുട്ടി. ചേച്ചി എന്തിയെ? അമ്മയുടെ അച്ഛൻ്റെ കൂടെ പാടാൻ പോയി. വീട് എവിടെയാ? ആ കുഞ്ഞിന്റെ അച്ഛനാ. ഞാൻ പോട്ടെ. അല്ലേ, ഞാനിത്തിരി കള്ളു വാങ്ങിച്ചുകൊണ്ടൊന്ന് വരാം. ഇത്തിരി പൂരില്ല വാങ്ങിച്ചടാ. രണ്ടുണ്ടും കഥയില് രണ്ടും. അടുത്ത് കടലുണ്ടെങ്കിൽ എനിക്കൊരു പപ്പടം ചുട്ടതായിരുന്നു. കടലില്ല. ഇല്ലേ? പപ്പടവും ഇല്ല. ഇല്ലേ? ഇല്ലേ? ആഹാ. അതാണ് ചേച്ചിയുടെ കാര്യം തിരക്കി. ആരാ? ആരോ ഓമനി? ഞാൻ പറയട്ടെ. പറ. രാജകുമാരി. എന്നിട്ട് അയാളൊന്നും ചോദിച്ചപ്പോഴോ വർത്താനം പറഞ്ഞു. അയാളെ ചെന്നാൻ വല്ലതെന്താന്നോട് നിനക്ക്? അടുത്ത തവണ നമുക്ക് ഈ പാടത്ത് അയ്യാറിട്ട് വിതയ്ക്കണം. എന്താ പെങ്ങളുടെ അഭിപ്രായം? ചേട്ടന്റെ ഇഷ്ടം. രവിയുണ്ടല്ലോ? ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ വരെ പോയിരുന്നു. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലേ? പണ്ടെങ്ങാനും കണ്ടിരിക്കും. രമേഷ്. ഞാൻ രവി. രണ്ടുപേരും കൂടെ നാട് കാണാൻ ഇറങ്ങിയതായിരിക്കും. അവിടെ ഒന്ന് ബോറടിച്ചിട്ട് വയ്യ, വെറുതെ നടക്കാറിയതാ. രമേശ് ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നെ ഒരു പൈലറ്റ് ആകണമെന്നാണ് രമേശ് ചേട്ടന്. IAS കാരനാക്കണമെന്ന് അച്ഛനും. ഒരു ജന്മ ഇവിടെങ്ങാനും കൂടിയാൽ മതിയെന്ന് മുത്തച്ഛനും. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മുത്തച്ഛൻ പറഞ്ഞാലും നല്ലത് അല്ലേ? അച്ഛനായി. കാണുന്നതാണ് നിന്റെ വീട്? അതെ. രമേശേട്ടാ, ഇതാണ് തുളസി. ഞാൻ എപ്പോഴും പറയാറില്ലേ, നന്നായിട്ട് പാടും. കേൾക്കണോ? ടൈമില്ല, പോവാം. നോക്ക്, ഇനി നീ പൂമംഗലത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് താമസിക്കും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം വരുന്നോ? ഇല്ല, പിന്നീട് വരാം. പോട്ടെ, തീർച്ചയായിട്ടും വരണം, മറക്കരുത്. പോയി കിട്ടിയാൽ പിന്നെ ഉടനെ മടങ്ങി വരുന്ന പ്രശ്നമില്ല. എങ്ങനെയും കുറെ പണം ഉണ്ടാക്കണം. വന്നിട്ട് ഒരു മാളിക പണിയണം, ഒരു രാജകുമാരിയെ താലിയും കെട്ടണം. നിനക്കതൊക്കെ പറയാം. നീ ഒറ്റത്തടി. അനിയത്തിമാരെ കെട്ടിച്ചയക്കണ്ട, അനിയന്മാരെ പഠിപ്പിക്കണ്ട. ഭാഗ്യവാൻ. അനിയന്മാരും അനിയത്തിമാരും എനിക്കുമുണ്ടടാ. അകലെ ഏതോ ഒരു ഇല്ലത്ത് അച്ഛനുമുണ്ട്. ആരെയും കാണാൻ ഭാഗ്യമുണ്ടായില്ല, അത്രയേ ഉള്ളൂ. എനിക്ക് എന്റെ ദുഃഖം, നിനക്ക് നിന്റെ ദുഃഖം. എനിക്ക് ദുഃഖമുണ്ടെന്നാര് പറഞ്ഞു? ഉള്ളത് അമർഷമാണ്. പക്ഷേ ഭയന്നോടുന്നവനല്ല ഞാൻ, പ്രതിഷേധിച്ചു വളർന്നവനാണ് ഞാൻ. ആ കമലാക്ഷിയുടെ മകനില്ലയോടോ രവി, അവന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. ഗുരുത്വമില്ലാത്ത നിഷേധി, കൂട്ടുകെട്ട് മഹാമോശം. ആ കമലാക്ഷമെ വിളിച്ചൊന്ന് ഉപദേശിച്ചാലോ? ഞാനോ? എന്തിനാടോ? ആ ശിവരാമൻ നായരെ തല്ലിച്ചതച്ചതുപോലെ ഇവനെ ആരെങ്കിലും തല്ലിച്ചതച്ചോ? സർക്കാരും പറയുന്നത് ജാതി വേണ്ടെന്നാണല്ലോ. സർക്കാരോ? എന്തൊരു സർക്കാരാണോ? അമ്പലത്തിൽ ശാന്തിക്ക് ഇപ്പോൾ ചാത്തമ്പലയെ മതിയെന്നായില്ലേ? മുടിയാൻ ഇനി എന്ത് വേണം? ഹരിജനം പോലും, ഹരിജനം.
രവേട്ടാ, രവേട്ടിനെ കാണാൻ വന്നതാ. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. പുസ്തകം തിരികെ വേണ്ടേ? വായിച്ചു കഴിഞ്ഞോ? പിന്നെ മോഹം ഞാൻ തിരിച്ചു തരില്ല. ഇതെനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ എടുത്തോട്ടെ? ഓ, എടുത്തോളും. പിന്നെ ശോഭയുടെ അസുഖം എങ്ങനെയുണ്ട്? അസുഖം എന്താ? മുത്തശ്ശി രവേട്ടിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? ഇല്ല. നിഷേധി. നല്ല പേര്. എന്താടി, ഞാനും കളിക്കാം. ആറുതൽ അയ്യോ, അവിടുന്ന് എല്ലാ രാഗങ്ങളും ഇതിൽ വായിക്കാമോ? ഇതൊക്കെ ഒരു കന്തിയല്ലേ ഉള്ളൂ. സാക്ഷാൽ വീണയായിരുന്നെങ്കിൽ നല്ലോണം വായിക്കാമായിരുന്നു അല്ലേ? പണ്ട് എന്റെ അപ്പന്റെ അപ്പൻ തുളുനാട്ടിൽ പോയി സംഗീതം പഠിച്ചു. തമ്പുരവും മീട്ടും വീണയും വായിക്കും ഒക്കെ ചെയ്യും. അത് തമ്പുരാക്കൻ മാർക്ക് സഹിച്ചില്ല. പുള്ളുവൻ കീർത്തനം വായിക്കുന്നോ? അവരതിൽ വല്ല ചോദിച്ചു. ആ കാലമൊക്കെ മാറി വരുന്നില്ലേ? ഓമനയുടെയും തുളസിയുടെയും തലമുറ അതനുഭവിക്കേണ്ടി വരില്ല. തുളസി, ഈ നാട്ടിൻപുറത്തിന് ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് കരുതിയില്ല. ഈ നാടും പെണ്ണിനും. കുറച്ച് ചമ്മന്തി കൊണ്ടുപോവാ. കപ്പയും മത്തി വറ്റിച്ച് അല്പം കോഴിയിറച്ചിയും കൂടെ കൊണ്ടുവരാൻ പറയാശാലെ. എന്റെ പണം പോക്കടിക്കോ? ഞാൻ ഏറ്റന്ന്. സത്യമാണോ? ഏറ്റവും. കുറച്ച് കറി കൊണ്ടുപോടേ. കുറച്ച് കപ്പി മത്തി വറുത്തതോ കോഴിക്കറി കൊണ്ടുപോവാ. ഒന്ന് വേഗം പാടി. അപ്പഴേ പൂമംഗലം തറവാട്ടില് ഒരു ഓണം നടത്താന്നുള്ളത് എന്റെ വലിയൊരു ആശയാണ്. ഞാൻ ഏറ്റു. ഏറ്റുള്ള ഏറ്റു. ആ, ഒന്ന് വേഗം കൊണ്ടുപോടാ. മത്തി വറുത്തതില്ല, അതിന്റെ വറുത്തതേ ഉള്ളൂ. മതി, വറുത്തതിൽ അവിടെ നീ. ഇതിനകത്തേക്ക് ആരും പറഞ്ഞു പോയി കേട്ടോ. അപ്പഴേ കഴിക്ക. അപ്പോഴേ നമുക്കിതെല്ലാം കഴിച്ചിട്ട് നേരെ പൂമാലത്തേക്കോ? അത് പാടില്ല, അത് നമുക്ക് പിന്നെ പോകാം. എന്നെ ചതിക്കരുത്. എന്റെ ഒരു ആശ. ആശാനൊന്നും സമാധാനമായിട്ട് ഇരിക്കുക. എന്നെ വിശ്വാസം പിന്നെ വിശ്വാസമുണ്ടോ? വിശ്വാസം ആദ്യപ്പോഴ് പൊതുജനത്തിനെ കൊണ്ട് കാണാം എന്നുള്ള വിഷമം ഒന്ന് പറയിപ്പിച്ചു. നല്ല നല്ല സമാധാനം. പിള്ളേ കുടിക്കാൻ അത്രക്കാരുടെ ഞാനുണ്ടാക്കണം. നിനക്ക് കുടിക്കണമെന്ന് നിന്ന് കുടിച്ചൂടെ? ഇരുന്ന് കുടിക്കണോ? ഞങ്ങൾ സമാധാനം ഉണ്ടായിരുന്നു. നിർത്ത്. സമാധാനം ഉണ്ടാക്കാം. സമാധാനം ഞങ്ങളുണ്ടാകും. ഇത് കള്ളുഷാപ്പാണ്. ഇവിടെ ജാതി മതം പറയാൻ പറ്റില്ല. ശരിയാ, ഞാൻ തരാം. കള്ളുഷാപ്പെന്നല്ല, നമ്മൾ എവിടെയായാലും ജാതി മതത്തിന്റെ പ്രശ്നം പറയാൻ പാടില്ല.
എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് പോവില്ലായിരുന്നു. എന്ത് ചെയ്യാം? അതാണ് മോനെ ജീവിതം. എന്താ ഇവിടെ? പൂമംഗലത്തിരുന്നാൽ കാറിനൊരു വെറുതെ ബോറടിക്കും. ഒരു സിഗരറ്റ് പോലും വലിക്കാൻ പറ്റില്ല. സിഗരറ്റ് വേണ്ട. റമ്മി കളിക്കാൻ പോലും ഒരു കമ്പനി ഉണ്ട്. മഹാ ബോറടിയാണ്. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? ശീലിച്ചു പോയി. പിന്നെ ശോഭയ്ക്ക് ശരിക്കും എന്താ അസുഖം? കണ്ടാൽ പ്രത്യേകിച്ച് രോഗമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏത് നിമിഷവും മരിച്ചുകൂടുന്നില്ല. ഇനി ഈ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ഷീ ഈസ് തിങ്കിങ്. മതി മതി മതി, ചിരകരാക്കിട്ട് പഠിക്കുന്നത് പടി. പോ പോ. ഞാനും നീലാണ്ടക്കുറുപ്പുമാണ് ആദ്യമായി കുരുമ വെട്ടുന്നത്. ആരാ നീലാണ്ടക്കുറുപ്പ്? എടിയാ ശിവരാമൻ നായരുടെ അച്ഛൻ. എടി, ആ തോന്നിയാസി ഉണ്ടല്ലോ, എന്തു അവന്റെ പേര്? ഇല്ലത്തെ തിരുവേനിയുടെ സൽപുത്രൻ. ആ രവി, അവന്റെ മുത്തച്ഛനാണ് നീലാണ്ടക്കുറുപ്പ്. മരിച്ചിരിക്കുന്നു. ഞങ്ങള് ചേട്ടത്തിയുടെ അനിയത്തിയുടെ മക്കളാ. ഞങ്ങളാണ് ആദ്യമായി തലമുടി ക്രാപ്പ് ചെയ്യിക്കുന്നത്. ഓ, എന്തൊരു ഭൂകമ്പമായിരുന്നു. പക്ഷേ ആ തലയിടവും ചുണയും ഒന്നും ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ല. ആരാ മോളെ അത്? ആ, തക്ക സമയത്തിന് തന്നെ വന്ന് ചേർന്നുണ്ട്. ആ, അങ്ങോട്ട് ഇരുന്നോളൂ. പിന്നെ ഇത് പച്ച അങ്ങ് വിട്ടു. മരിക്കണ്ട, ഒന്ന് വൃത്തിയാകട്ടെ തല. ബുക്ക് തന്നെ രമേശേട്ടാ, പ്ലീസ്. രമേശേട്ടാ, എന്റെ ബുക്ക്. ഞാൻ മുടി പോയി പറഞ്ഞു. മുടി വെച്ചിരിക്കണല്ലേ? വരില്ല. ആയിക്കോട്ടെ.
ദൂരം പോയാലും സാരമില്ല. എവിടെ നിന്നെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടുവരണം. എന്നെ നീതിയിൽ വന്നു പോരമ്മേ. എന്റെ ഈശ്വര. ആ നാരായണപിള്ളേ, പ്രശ്നക്കാരനെ പോയി കണ്ട് ചാർത്ത് എഴുതി പേടിച്ച് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യും. സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആരെങ്കിലും പറഞ്ഞേക്ക് വാങ്ങിപ്പിച്ചു. പണം എത്ര ആയാലും വേണ്ടില്ല, എല്ലാം ഭംഗിയാക്കണം. ഉടനെ വേണം താൻ. സർപ്പത്താന്മാര് ചതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴവർക്ക് ബോധ്യമായില്ലയോ? ആ, സർപ്പപൂജ അങ്ങോട്ട് കഴിഞ്ഞില്ല. ചോറക്കുട്ടിയുടെ സുഖക്കേട് പറഞ്ഞു. ആ, പിന്നെ സുഖക്കേട് മാറിയെന്ന് വിചാരിച്ച് ചോറക്കുട്ടിയും കൊണ്ട് ഉടനെ അങ്ങ് ബാമ്പയ്ക്ക് പോകാമെന്ന് വിചാരിക്കും. ഉടനെ ഏതായാലും യാത്ര ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. എന്തിനാ ഇപ്പൊ പോയിട്ട്? രാമകൃഷ്ണൻ നായർക്ക് അവിടെ എന്തിനാ ഒരു ജോലി? എന്റെ കാലം കഴിഞ്ഞാൽ ഈ സ്വത്തുകളെല്ലാം നോക്കേണ്ടത് അവരല്ലേ? അവരെല്ലാം ഈ വന്നപ്പോഴാണ് ഈ തറവാട്ടിൽ വെളിച്ചം വന്നത്. ആ മാറ്റം എന്റെ പെങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ശോഭക്കുട്ടിയെ കണ്ടതോടെ പഴയ സന്തോഷമെല്ലാം തിരികെ വന്നിട്ടുണ്ട്. ഇടോ, തറവാട്ടിന്റെ വിളക്കാണിടോ എന്റെ ശോഭക്കുട്ടി. ഇനി അവളെ സർപ്പദൈവങ്ങൾ നോക്കിക്കൊള്ളു. കൊച്ചുപുള്ളൂത്തി തനിച്ചുള്ളോ? അനിയത്തി എവിടെ? കൂട്ടിയില്ല. നന്നായി. തുളസിയെ തനിച്ച് കാണാനാണ് ഇഷ്ടം. ഇനി ഞാൻ പോട്ടെ. ഞാൻ തുളസിയെ കാത്തു നിൽക്കുകയായിരുന്നു. വെട്ടിക്കോടാതിസ്ഥാനം വഹിക്കുന്നു പിന്നെ മണ്ണാർശാല. ആയതിലും വിളങ്ങും വീണാമൃതം മായില്യം പാട്ടുന്നോടാൽ. വെട്ടിക്കോടാതിസ്ഥാനം വഹിക്കുന്നു പിന്നെ മണ്ണാർശാല. ആയതിലും വിളങ്ങും വീണാമൃതം മായില്യം പാട്ടുന്നോടാൽ. കുഷ്ഠവ്യാധി തുടങ്ങി പലവിധ സർപ്പശാപം ഭയവും അത്തലൊഴിച്ചിടുവാൻ അഭയമായി നിത്യം വഴങ്ങിടുന്നു.
എന്റെ കിണറാണ് അച്ഛത്ത് പറഞ്ഞു. എനിക്കും എന്റെ മക്കൾക്കും വെള്ളം കുടിക്കണ്ടേ? അവളെ ചേർത്തി പഹന്ന കളിക്കില്ലല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളെ തരാൻ കണ്ണി ചോദിക്കില്ലേ? ധിക്കാരം പറയുന്നോടാ. തൊഴിലിട്ടേനെ അവളെ ഞാൻ വാ, നിന്റെ കുടി ഞാൻ കഴിച്ചു വേണം. നിന്റെ ഒരു കൊടം നിന്നെ കൂടെ വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞു. പറഞ്ഞ അവളെ കൊച്ചുകാരി, അവളെ തല്ലല്ലേ കൊച്ചുകാരി? അവള് കുഞ്ഞ. പുള്ളവനും പുലയനും നായരും ഈഴവനും ഒക്കെ ഇളം മനസ്സിൽ ഒന്നാ. വലയാവുമ്പേ കല്ലും നെല്ലും തിരിയൂ. എന്റെ മൂക്ക് വല്ലാതെ കൊണ്ടു അല്ലേ? മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അച്ഛൻ എഴുതിയാൽ അയച്ചുതരാം. അച്ഛൻ ഇറങ്ങട്ടെ. അച്ഛാ, അച്ഛൻ അവിടെ എത്തിയാലുടൻ എനിക്കൊരു കാര്യം അയച്ചു തരുമോ? എന്താ മോളെ? ഈ ആർട്ടിസ്റ്റ്മാരെ ചായം തേക്കാനുള്ള പാലറ്റ് ഉണ്ടല്ലോ, എന്തിനാ അത്? എനിക്ക് വേണം അച്ഛാ. ആ, ശരി, അയച്ചുതരാം. കളിക്കുകയാണോ? അവൻ വല്ലേ പഠിത്തം നടക്കൂ. അച്ഛനെനിക്ക് നച്ചിപ്പം കൊണ്ടിരുന്ന ഒരെണ്ണ അമ്മമ്മക്കിന്റെ എണ്ണ രണ്ടിനും തീറ്റയുടെയും കുടിയുടെ ആലോചന ഉള്ളൂ. ഒരാഴ്ച ഒരിക്കൽ കള്ളു കൊടുത്തിട്ട് ഇന്ന കൊണ്ടൊരു മുഴുത്ത കുപ്പിയും കൊണ്ടാ പോയിരിക്കുന്നത്. അതൊക്കെ കൊണ്ടുപോയായിരുന്നു. തകരാറുമില്ല. കിട്ടേണ്ടത് കിട്ടി, അത്രയല്ലേ ഉള്ളൂ. അതെ, കേശവിള്ളയെ പോലെ ചുണയുള്ള കുറെ ചെറുപ്പക്കാരുള്ളത് കൊണ്ട് ഈ നാട്ടിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ മുഴുവനും പറയുമൊക്കെ നായന്മാരുടെ അടുക്കളത്തിൽ നിന്ന് ഇറങ്ങിയനെ നല്ലോണം കിട്ടിയെന്നാ കേട്ടത്. കിട്ടണം. അഹങ്കാരം കാണിച്ചിട്ടല്ലേ? ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ചില പരിഷ്കാരികളുണ്ട് ഈ നാട്ടില്. അവനെയൊക്കെ വേണം ശരിക്കും തല്ലേണ്ടത്. അസുഖമൊന്നുമില്ല. ഇനി വലിയൊക്കെ പോയിക്കും. ഇനി മതി മോളെ, കുറച്ച് വെള്ളം അനക്ക്. തുളസി, കുറച്ച് വെള്ളം എന്താ?
പുള്ളുകൂടി നിന്ന് വെള്ളം കുടിക്കുന്ന തമ്പ്രാനെ അവര് പച്ചയ്ക്ക് തിന്നു. ഞാൻ പോകുന്നു. വേണ്ട. പവർണ മേധാവി ഉള്ളുവിനെ തല്ലിയതിന് പകരം തല്ലിയത് ഞാനാണെന്ന് പോയി പറയണ നിന്റെ മേലാളന്മാരോട്. എല്ലാം എന്റെ വിധിയ. ഓർമ്മ വെച്ച നാളെ മുതൽ കണ്ണുനീരൊഴുക്കി തുടങ്ങിയതാ. വിധി ഒരു പ്രത്യേക സ്വഭാവക്കാരനാ അല്ലേ? എന്റെ മനസ്സ് നിറയെ തീയ. അവൻ പുറത്തിറങ്ങിയ തിരിച്ചെത്തുന്നത് വരെ എനിക്ക് ഒരു സമാധാനവുമില്ല. നാട്ടിലുള്ള കൊള്ളാവുന്ന ആൾക്കാരെ ഒക്കെ അവൻ ശത്രുവാക്കിയിട്ടുണ്ട്. മക്കളില്ലെങ്കിൽ അത് ദുഃഖം, ഉണ്ടായാൽ അതിലേറെ ദുഃഖം. അവൻ എല്ലാത്തിനോടും വെറുപ്പാ, ദേഷ്യവാ. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണോ വരുത്തി വയ്ക്കാൻ പോകുന്നത്. ശരിയേട്ടൻ ചെയ്തു എന്നെ ശരി, ഒരു സംശയമില്ല എന്ന് നീ പറയും. തുളസിരാശൻ എല്ലാരും കൂടെ തല്ലിച്ചതച്ചതോ? മോൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണ്. ആ പെണ്ണ് അവരുടെ കിണർ അശുദ്ധാക്കിയില്ലേ? എങ്ങനെ? ആഹാ, പുള്ളോനും ഉള്ളാരനും ഒക്കെ തീണ്ടിയാ പിന്നെ ആ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല. കുടിച്ചാലെന്താ, മരിച്ചു പോവോ? അതാ കാരണം വരുന്നുണ്ട്. ഇവിടെ മിറ്റം തൂക്കാറില്ലയോ പെങ്ങളെ? ഉണ്ടല്ലോ. രാമകൃഷ്ണൻ നായർ പോയിട്ട് ദിവസങ്ങൾ കുറെ ആയില്ലയോ? അയാൾ വലിച്ച ബീഡിച്ചുണ്ട് എല്ലാം ഉണ്ട് മുറ്റത്ത്. അതേ രാമകൃഷ്ണൻ വരച്ചതല്ല, രമേശനോട്. ശോഭക്കുട്ട, മോള് വല്ലതും പറഞ്ഞു. അന്ന് പെണ്ണെ, നിന്നോട് ആര് പറഞ്ഞു ഈ നെല്ല് കുത്താൻ? തമ്പ്രാറ്റി പറഞ്ഞിട്ടാ. അമ്മേ, എന്താടാ ഈ പുള്ളൂത്തി പെണ്ണ് നെല്ല് കുത്തിയിട്ടാണ് അരി വയ്ക്കുന്നത്? അതിന് നിനക്കെന്താ? തമ്പ്രാൻ ഈ അരിയുടെ ചോറുന്നുണ്ട. അത് നീ തന്നെ കൊണ്ടുപോയിക്കോ, അതാ നല്ലത്. നിന്റെ പുള്ളൂര് കൊടുക്കാം. ആദ്യം കണ്ടപ്പോൾ പിന്നെ കാണണമെന്ന് തോന്നി, പിന്നെ കണ്ടപ്പോൾ പിന്നെയും പിന്നെയും കാണണമെന്ന് തോന്നി. ഇപ്പോൾ കാണാതിരിക്കാനും വയ്യ. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നൊരു മോഹം. തുളസിക്കോ? എനിക്കും. എന്നും ഈ സമയത്ത് ഞാനിവിടെ വരും. കുറെ ഇരുന്നിട്ട് നിരാശനായി മടങ്ങും. ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അച്ഛന് വയ്യാഞ്ഞിട്ടല്ലേ? ഞാനറിഞ്ഞു. എങ്കിലും ഒരു പക്ഷേ വന്നെങ്കിലോ എന്ന് കരുതി. ഇനി ഞാൻ പോട്ടെ. നാളെ വരുമോ? എന്നും വരും. പാടാൻ പോകണ്ടേ? വേണ്ടെന്ന് അമ്മ പറഞ്ഞു. അതെന്താ? പാടാൻ പോകുന്ന വീടുകളില് ആണുങ്ങളെല്ലാം എന്നെ തുറച്ചു നോക്കുന്നത്രേ. നീ എന്താ ഈ നേരത്തെ ഇവിടെ? പാടാൻ പോയില്ലേ? ഇല്ല.
ജീവിക്കാനായിരുന്നു നല്ലത്. തുളസിയെ പോലെ ആടിപ്പാടി രസിച്ച് നടക്കാമായിരുന്നു. ഒന്നും ഓർക്കണ്ട, ഒന്നും അറിയണ്ട. തമ്പ്രാട്ടിക്ക് വെറുതെ തോന്നുന്നതാ. പുറത്തുകൂടി പോകുമ്പോൾ എനിക്ക് ഈ പടിപ്പടിക്ക് അകത്തൊന്ന് കയറിയെങ്കിൽ എന്ന് തോന്നുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ നാളെ ഉത്സവത്തിന് പോകും. പിന്നെ ഉത്സവപ്പറമ്പിൽ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ പള്ളയും വരണ്ട, ഓമനയും വരണ്ട. ഉറക്കം വരുന്നെങ്കിൽ ഇങ്ങ് പോരടാ. ഓമനെ ഞാനും വെടിക്കെട്ട് കണ്ടേ വരത്തുള്ളൂ. ആരെ കാണിക്കാനടി നിനക്ക് പൊട്ട്? ഏതുകാരെ കാണിക്കാനാ? സുന്ദരിക്കുട്ടി. ഇത് രവേട്ടനാണ്. എന്താ ഇത്? തുറന്നു നോക്കൂ. വീട്ടിൽ കൊണ്ട് തരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് രവേട്ടൻ ഇതിലെ പോകുന്ന കണ്ടത്. അത് തീർന്നില്ലേ? പിന്നൊരിക്കലാകാം. പാവം പെൺകുട്ടി. നിന്റെ കാമുകൻ വന്നു കുന്നിൻ ചെരുവിലോട് കുഴലിലോണ പാട്ടുപാടും കാറ്റു വന്നു. നിന്റെ കാമുകൻ വന്നു കുന്നിൻ ചെരുവിലോട് കുഴലിലോണ പാട്ടുപാടും
കാമുകൻ വന്നു. കടവത്ത് നാണത്തിൻ കതിർച്ചൂടെ നീ നീല കടമ്പു പോലടി മൂടി പൂത്തു നിന്നു. കടവത്ത് നാണത്തിൻ കതിർച്ചൂടെ നീ നീല കടമ്പു പോലടി മൂടി പൂത്തു നിന്നു. കവിത പൊലി രാമഭംഗികൾ നിന്ന പുരസ്വരാഗമഞ്ജരിയിൽ കുളിച്ചു നിന്നു. മുളവേണു പോലെ നീ എൻ ചുണ്ടിലമർന്നപ്പോൾ ഉലകമായി നീ എന്നിലുണർന്നു വന്നു. കാറ്റു വന്നു, നിന്റെ കാമുകൻ വന്നു. കുന്നിൻ ചെറുവിലോടെ കുഴലിലോണപ്പാട്ടുപാടും കാറ്റു വന്നു, നിന്റെ കാമുകൻ വന്നു. തിരിതാഴ്ത്തി ശരകാലയാമിനി ശയനമുറിവാതിൽ ചാരി നിന്ന്. ശരരാന്തൽ തിരിതാഴ്ത്തി ശരകാലയാമിനി ശയനമുറിവാതിൽ ചാരി നിന്ന്. അതുവരെ തുറക്കാത്ത നീ കിളിവാതിലുകൾ ആദ്യമായി എനിക്കു നീ തുറന്നു തന്നു. അരിമുള്ള വള്ളി പോലെ നിന്നെ പകർന്നപ്പോൾ അനുഭവിച്ചറിഞ്ഞു നന്ദസൗരഭം. കാറ്റു വന്നു, നിന്റെ കാമുകൻ വന്നു. കുന്നിൻ ചെറുവിലോടെ കുഴലിലോണപ്പാട്ടുപാടും കാറ്റു വന്നു, നിന്റെ കാമുകൻ വന്നു, നിന്റെ കാമുകൻ വന്നു. ഇന്ന് ശോഭയുടെ പിറന്നാളാണ്. അമ്പലത്തിലൊന്ന് പോയി. നന്നായി. അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഏറെ നാളായി, സാധിച്ചില്ല. വരൂ വരൂ. ഇന്നെന്റെ പിറന്നാളാണ്. ആഹാ, എന്നിട്ട് സദ്യക്ക് ക്ഷണിച്ചില്ലല്ലോ. വിളിച്ചാ വന്നെങ്കിലല്ലേ. അതിന് വിളിച്ചില്ലല്ലോ. ഞാൻ ചന്ദനം തൊടാറില്ല. സാരില്ല, നല്ലതാണ്. എത്തിക്ക് കുളിർമയുണ്ടാവും മനസ്സിനും. എന്തോ എനിക്കറിഞ്ഞൂടാ. ദൈവത്തിന്റെ പ്രസാദമായിട്ടല്ല. ഇഷ്ടമില്ലെങ്കിൽ തുടച്ചു കളഞ്ഞോളൂ. എന്താണിത്? ഒരു പിറന്നാൾ സമ്മാനം. എന്നെ വരച്ചതായിരിക്കും അല്ലേ? ആ, ഒന്ന് ക്ഷമിച്ചു നോക്കി. എടോ നാരാവിള്ളേ, എനിക്കിനി ഒന്നിനും വയ്യ. രമേശൻ തന്നെ എല്ലാം നോക്കി നടത്തണം. അപ്പോ ബോംബെയിലെ പറമ്പും പുരയിടവും ഒക്കെ അവിടെ ആർക്കാടോ പറമ്പും പുരയിടവും? അല്ല, ഒരു 5-6 ഏക്കറെങ്കിലും ഉണ്ടാകാതിരിക്കും. എന്നാലേ തന്നെ അങ്ങോട്ട് അയക്കാം. ഓ, എന്തിനാണെന്നറിയാമോ? തേങ്ങ ഇടാനും കൊപ്ര ഉണക്കാൻ. ഓ, തിരുമണ്ടൻ. ഓ, എന്താ മോളെ അത്? എന്തോ ബുക്ക അവനെഴുതിയത് അവിടുന്ന. ഓ, ഭാഗവതമായിരിക്കും. അതിവിടില്ലയോ ശോഭകുട്ടി? ആഴ്ചപ്പതിപ്പാണ്, അത് തുറക്കാൻ ഉണ്ടാവും. ഓ, ആഴ്ചപ്പതിപ്പ് തന്നെ ഇങ്ങനെ പറച്ച് കളഞ്ഞല്ലോ.
കരയണേ. പുള്ളോനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പാട്ടും കൊട്ടും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അതിന് വല്ല കൃഷിയോ ഒക്കെ തന്നെ വേണം. ഇപ്പൊ എല്ലാവരും സർക്കാർ ഉദ്യോഗത്തിനാ. തുളക്കൊരു പിള്ളേ ചേർത്തന്നെ ഓടിഞ്ഞെങ്കിലും കണ്ടുപിടിയടാ. അന്വേഷിക്കാൻ ഞാനോ? ഇനി മണ്ണാർക്കലെ പോകുമ്പോ ഒന്ന് തെരഞ്ഞാലെന്താ? കളത്ത് പാട്ടും നായക്ക് പാട്ടും അറിയാവുന്ന ചേർക്കാൻ മതി. അങ്ങനെയുള്ള ചെക്കന്മാരെ ഒന്നും ഇപ്പൊ കാണാൻ പറ്റില്ലതല്ലേ. ആ നോക്കാം. ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. പെണ്ണിന് വയസ്സ് 10-18 അമ്മ കാലക്കുട്ടി വടക്കേ പറമ്പിലെ നാരായണന്റെ മോക്ക് വയറ്റിലുണ്ടായപ്പോൾ എന്താ ഉണ്ടായേ? അവളെ കൊണ്ടുപോയി പെണ്ണെ അവതരിപ്പിച്ചു. നേരം എടുത്തപ്പോ പെണ്ണ് ചത്തു. എന്താ അവിടെ കാണിക്കുന്നത്? പോടി പോടി. നീ പറയില്ലേ? എന്നെ കൂടെ ഞാൻ പറയിപ്പിക്കടി. പറയില്ലേ? എന്നെ കൊണ്ട് പറയിക്കൂ. പറയില്ലേ? പറഞ്ഞോ. പറയില്ലേ? പറയില്ലേ? വെള്ളോപ്പിന് പൈസ നാഗത്തമാർക്ക് അത് സഹിക്കൂല. നാഗലോകത്തിൽ നിന്ന് കരുനാഗങ്ങൾ ഇറങ്ങി വന്ന് കൊത്തു.
അച്ഛനെ ഒന്ന് കൊന്നതാ പോലെ എല്ലാവരെയും കൊന്നുകളാ. എല്ലാവരെയും. എന്നിട്ട് നീ പോലെ ചാക്. എല്ലാവരെയും കൊണ്ട് എന്നിട്ട് നീ തന്നെ കത്തുക. പുള്ളവനോടും പുള്ളവത്തിയോടും സ്നേഹം കാണിച്ചത് ഇതിനാണല്ലോ കണ്ടാനെ. പേച്ചുപോയ എന്റെ മകളെ ഞാൻ എന്ത് ചെയ്യണം? അതുകൂടി പറഞ്ഞതാ. പറയിക്കണോ? എന്റെ കാത്തിയായി വല്ല തെങ്ങിന്റെ ചോട്ടിലും കുഴിച്ചു പോരാമായിരുന്നില്ലേ? പാവപ്പെട്ട ശങ്കരാങ്ങളെ പ്രയത്നിക്കാൻ നടക്കുന്ന തന്ത്രാക്കന്മാർ. ഓ, തീയാണ് നിന്നത്. തീ അടികന്റെ കുടിയിലോട്ടൊന്ന് വന്ന് നോക്ക്. ഒന്നു മാത്രം ബാക്കിയുണ്ടായിരുന്നു. അതുമായി എല്ലാം തികഞ്ഞു. മനുഷ്യരെ കൊണ്ട് പറയിക്കാൻ. കൊച്ചായി, നമ്മൾക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ചത്തുകളയാ. രവി, നിന്നെ നശിപ്പിച്ചത് ഞാനാണെന്ന് നീ പറഞ്ഞോ?
നോക്ക്. അങ്ങനെ നീ പറഞ്ഞോ? പൂമംഗലത്തെ കൊച്ചുതമ്പ്രാനാ അല്ലേ? വെറുതെ. പിന്നെ ആ പെണ്ണിനെ ഒന്ന് പൂമംഗലത്തേക്ക് വിളിച്ചുകൊണ്ട് പോണം. ഏത് പെണ്ണിനെ? മറന്നുപോയോ? ആ പുള്ളുവത്തി പെണ്ണിനെ തന്നെ. ഞാനിതിനെ വിളിച്ചോണ്ട് പോകുന്നത് അവളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞായതുകൊണ്ട്. ഓഹോ, എന്റേതാണെങ്കിൽ അവൾ സൂക്ഷിക്കണമായിരുന്നു. നിനക്കിതാദ്യമല്ലായിരിക്കാം, അവൾക്കിത് പുത്തിരിയാണ്. എന്നാര് പറഞ്ഞു? പുള്ളുവന്റെ വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ കയറി ഇറങ്ങുന്നത്. കൊന്നുകൊണ്ട് മാത്രം ഈ നാട് നന്നാവില്ല. അമ്പൂളിരിക്കുന്ന നായരെ കൊച്ചുണ്ടായ അത് നായര് പുള്ളോത്തിയെ പഴപ്പിച്ചാൽ അതിലുണ്ടാകുന്ന കൊച്ചാരാ? മനുഷ്യന്റെ ഗതി നേരോട്ടോ കീഴോട്ടോ? ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതോരവസ്ഥയെ നോർക്കണമെല്ലാം സുഗമം വശകരം.
കുസുമങ്ങളിവിടെ മലരുകില്ല. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാനുണരുകില്ല. വസന്തം ഉദ്യാന വിരുന്നില്ലെങ്കിൽ കുസുമങ്ങളിൽ മലരുകില്ല. കടലിൻ മനസ്സ് തുടിച്ചില്ലെങ്കിൽ കാറ്റും കുളിരും വീശുകില്ല. കടലിൻ മനസ്സ് തുടിച്ചില്ലെങ്കിൽ കാറ്റും കുളിരും വീശുകില്ല. കഥനത്തിൽ പത്മചിതയില്ലെങ്കിൽ കങ്കളി പുഷ്പങ്ങൾ വിടരുകില്ല. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാനുണരുകില്ല. വസന്തം ഉദ്യാന വിരുന്നില്ലെങ്കിൽ കുസുമങ്ങളിവിടെ മലരുകില്ല. ഹിമഗിരി ഹൃദയം ഉരുകിയില്ലെങ്കിൽ ഹരിതാഭൂമിക്ക് ഗംഗയില്ല. ഹിമഗിരി ഹൃദയം ഉരുകിയില്ലെങ്കിൽ ഹരിതാഭൂമിക്ക് ഗംഗയില്ല. നീ എന്ന സത്യം മുന്നിലില്ലെങ്കിൽ എന്നിലെ ദുഃഖം
വീണ്ടും നമ്മൾ രണ്ടുപേരും മാത്രമായി അല്ലേ പെങ്ങളെ?